പി വി അൻവറിന്റെ UDF പ്രവേശന ചർച്ചയിൽ തുടങ്ങിയ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോഴും പി വി അൻവർ UDF ചർച്ചകളിൽ തന്നെ എത്തി നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം പി വി അൻവറും UDF നേതാക്കളും സ്വരം മയപ്പെടുത്തിയിട്ടുമുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാട് ഇതിൽ വളരെ നിർണായകവുമായിരിക്കും. ഷബീർ ഒമർ വിവരങ്ങൾ നൽകും. ഷബീർ, ഗുഡ് മോർണിംഗ്. ഇനിയിപ്പോൾ ഈ നേരത്തെ ഞാൻ സംസാരിച്ചതുപോലെ തന്നെ ആദ്യം അൻവറിന്റെ UDF പ്രവേശന ചർച്ചകളിൽ നിന്നാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകൾക്ക് തുടക്കമാകുന്നത്. ഇന്നലെ റിസൾട്ട് വന്ന ശേഷവും പി വി അൻവർ UDFിലേക്ക് എത്തുമോ എന്നുള്ള ചോദ്യത്തിന് താക്കോൽ കയ്യിൽ തന്നെയുണ്ട്. അപ്പോൾ തന്നെ സാദിഖ് അലി തങ്ങളുടെയൊക്കെ പരാമർശങ്ങളൊക്കെ നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനം ചർച്ചകൾ ഇങ്ങനെ എത്തി നിൽക്കുമ്പോഴും അൻവർ പറഞ്ഞ ഒരു വാചകമുണ്ട്: VD സതീശൻ നയിക്കുന്ന UDFിൽ താൻ ഉണ്ടാകില്ല എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും VD സതീശൻ തന്നെയാണ് ഇപ്പോഴും UDFിനെ നയിക്കുന്നത്. അത് ചർച്ചകൾക്ക് ഏതെങ്കിലും തരത്തിൽ വിഘാതമാകുമോ ഷബീർ? ഗുഡ് മോർണിംഗ്. പി വി അൻവറിൽ തുടങ്ങി പി വി അൻവറിൽ അവസാനിക്കുന്ന തരത്തിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകൾ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയും. ദിൽസി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന UDFിലേക്ക് താനില്ല എന്ന് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പി വി അൻവർ നിലപാടെടുത്തിരുന്നു, പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇന്നലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഈ നിലപാടിൽ പി വി അൻവർ മാറ്റം വരുത്തുന്നതാണ് നമ്മൾ കണ്ടത്. UDF നേതാക്കൾ എങ്ങനെയാണോ പി വി അൻവറിനോട് അനുതാപപൂർവമായ ഒരു സമീപനം സ്വീകരിച്ചത്, അതേ സമീപനം തന്നെ തിരിച്ച് പി വി അൻവറും സ്വീകരിക്കുന്നു. ഇന്നലെ അദ്ദേഹം പറഞ്ഞത് ഈ ചോദ്യം ഇങ്ങനെ തന്നെ ഉന്നയിച്ചിരുന്നു. അതായത് VD സതീശൻ നയിക്കുന്ന UDFിലേക്ക് ഇല്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ എന്ന് പി വി അൻവറിനോട് ചോദിച്ചപ്പോൾ അത് VD സതീശനോട് വ്യക്തിപരമായ വിരോധം കൊണ്ട് പറഞ്ഞതല്ല എന്നാണ് പി വി അൻവറിന്റെ മറുപടി ഉണ്ടായിരുന്നത്. അദ്ദേഹം പറയുന്നത് UDF പ്രവേശനവുമായി ബന്ധപ്പെട്ടെങ്കിൽ പി വി അൻവറിന്റെ TMCയെ UDF മുന്നണിയിലെ ഘടകകക്ഷിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ UDF തീരുമാനമെടുത്തിരുന്നു. എന്നാൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അത് പ്രഖ്യാപിക്കുന്നത് വൈകി. അതുമായി ബന്ധപ്പെട്ട് തനിക്ക് വിശ്വാസവഞ്ചന നേരിടേണ്ടി വന്നു. കാരണം അതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ VD സതീശനുമായി ബന്ധപ്പെട്ടിരുന്നു. ഉടൻ പ്രഖ്യാപിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ ആ പ്രഖ്യാപനം ഉണ്ടായില്ല. തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായി. UDFിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടൊപ്പമോ അല്ലെങ്കിൽ അതിനുശേഷം തൊട്ട് അടുത്ത നിമിഷമോ തൻ്റെ കാര്യത്തിലൊരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. ഇങ്ങനെ ഒരു വിശ്വാസവഞ്ചന നേരിട്ടു. അക്കാര്യത്തിൽ മാത്രമാണ് VD സതീശനെ, പ്രതിപക്ഷ നേതാവിനെ വിമർശിച്ചത് എന്നാണ് പി വി അൻവറിന്റെ വിശദീകരണം. അതിനർത്ഥം VD സതീശൻ നയിക്കുന്ന UDFിലേക്ക് പോകാൻ തനിക്ക് മടിയില്ല എന്ന് പി വി അൻവർ പറയാതെ പറയുന്നു. കാരണം പി വി അൻവറിനെ സംബന്ധിച്ച് പിണറായിസമാണ്, അദ്ദേഹം തന്നെ ഉപയോഗിക്കുന്ന വാക്കാണ് പിണറായിസം. ഈ സർക്കാരിന്റെ നയങ്ങളെ തുറന്നെതിർത്തുകൊണ്ട് MLA സ്ഥാനം അടക്കം രാജിവെച്ച് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയ മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ തുടർ രാഷ്ട്രീയ പ്രവർത്തനത്തിന് രാഷ്ട്രീയ അഭയം വേണം, മുന്നണിയുടെ സഹായം വേണം. ആ നിലയ്ക്ക് പി വി അൻവറിന് UDFുമായി സഹകരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് തോന്നിപ്പിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമുള്ള പ്രതികരണം. മറ്റൊന്ന് UDF നേതാക്കളുടെ പി വി അൻവറിന്റെ UDFിലേക്ക് പോകാൻ താല്പര്യക്കുറവില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഈ VD സതീശനെതിരെ അൻവർ ഉപയോഗിച്ച കടുത്ത വാക്കുകളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. മാത്രമല്ല, രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്നുള്ളത് കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം കൂടിയുള്ളത്, ഈ നിലമ്പൂരിൽ അൻവർ പിടിച്ച വോട്ടുകൾ കൂടി ഒരുപക്ഷെ UDF ഈ ഘട്ടത്തിൽ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. അൻവറിനെ കൂടെ നിർത്തുകയാണ് നല്ലത് എന്ന ഒരു നിലപാടിലേക്ക് എത്തുമ്പോഴും അവിടെ VD സതീശന്റെ നിലപാട് തന്നെയായിരിക്കും ഏറ്റവും പ്രധാനമാവുക. അപ്പോൾ അതിലൊരു മാറ്റം വരുത്താൻ, അവിടെ ഒരു മഞ്ഞുരുക്കൽ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളത് കൂടിയാണ് ഇനി മുന്നോട്ടുള്ള ചർച്ചയിൽ നിർണായകമാവുക. തീർച്ചയായും പി വി അൻവർ ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. അതും ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. LDF ആയിക്കോട്ടെ UDF ആയിക്കോട്ടെ വലിയ തരത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നടത്തിയത്. അവരുടെ സന്നാഹങ്ങളും ഉപയോഗിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തി. പി വി അൻവർ ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. അദ്ദേഹം ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് അദ്ദേഹം ഊന്നൽ നൽകിയത് ഈ മലയോര മേഖലയിലെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾക്കാണ്. നമുക്കറിയാം, വന്യമൃഗശല്യം, അതുപോലെ തന്നെ മറ്റു പല പ്രശ്നങ്ങളും വനം വകുപ്പിന്റെ നയങ്ങൾ ഉൾപ്പെടെ തുറന്നെതിർത്തുള്ള പ്രചാരണമാണ് പി വി അൻവർ നടത്തിയത്. അങ്ങനെ ഒറ്റയ്ക്ക് ഈ രണ്ട് മുന്നണികളും നേരിട്ടുള്ള മത്സരമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പി വി അൻവർ തൻ്റെതായ രീതിയിൽ വലിയ പ്രചാരണം പോലും ഇല്ലാതെ, അതായത് കൃത്യമായി മറ്റുള്ളവർ നടത്തുന്നത് പോലെയുള്ള പ്രചാരണം പോലും ഇല്ലാതെ 20,000-ഓളം വോട്ട് പിടിക്കുന്നു. അതിൽ തന്നെ പഞ്ചായത്ത് തലത്തിലെ വോട്ടുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കൃത്യമായി